അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി അറസ്റ്റിലായ സമയത്ത് നമ്മളെ ലാലേട്ടന് ചെറിയൊരു ബേജാറുണ്ടായി. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ ആൻഡോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. പിന്നെ എല്ലാവരും അതിന്റെ പുറകെ കഥകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതൊക്കെ തെളിയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമുക്ക് അതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമായിരിക്കും, ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷേ തെളിവുണ്ടാക്കാൻ നിങ്ങൾ പണ്ടേ മുടുക്കനാണെന്ന് നമുക്ക് മനസ്സിലായതാണ്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓടുന്ന നായ്ക്ക് ഒരു മുഴ മുന്നേ എന്നാ പറയാം. പൾസർ സുനി ഇതുവരെ ഞങ്ങളെ പേര് പറയാത്തതുകൊണ്ട് ഇനി മുന്നോട്ടൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുകയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഒരു തെളിവും ഇല്ലാണ്ടാണ് ഈ പൾസർ സുനിയായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും പൾസർ സുനിയായിട്ട് നേരത്തെ അറിയുന്നൊക്കെ പറയുന്നത്. അത് ശരിയാണോ? അവർക്ക് പരിചയമുണ്ടായിരുന്നു, അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറെ ആരാണെങ്കിലും ഇതൊന്നും സംഭവിച്ചല്ലോ കേട്ടോ. നമ്മളെ ലാലേട്ടൻ ഒരു സത്യസന്ധനായതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് മൂപ്പര് മോൻ സംവിധാനം ചെയ്തിട്ട് മൂപ്പര് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമന്റെ ഗോവയിൽ വെച്ചുകൊണ്ടുള്ള ഷൂട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈവൻ ഡ്രൈവർ ആയതുകൊണ്ട് സാധനമൊക്കെ എടുത്തേക്കാനും ഒരു ഉഷാറാണ്. പക്ഷെ അവന്റെ ഡ്രൈവിംഗ് അത്ര ഒരു റഫ് ഡ്രൈവിംഗിന്റെ ആളാണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ശരിയാണോ? ഇവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ള അന്ന് ഒരു ദിവസം എന്നുള്ള കൊണ്ടിട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കണ്ടാലറിയാം, തിരിച്ചറിയാം, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയമാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവർ തമ്മിൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ക്യാമറ മെറ്റീരിയൽസ് എന്തോ കൊണ്ടുപോകാണ്ടായിരുന്നു. അത് മാത്രം കൊണ്ടുപോകാൻ ഒരു കാർ മാത്രം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ കാർ ഓടിച്ചത് സുനിയായിരുന്നു. ആ കാറിൽ വേറെ ആരില്ല കേട്ടോ. ഈ ക്യാമറയും ബാക്കിയുള്ള സാധനങ്ങളും മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കാർ ഏൽപ്പിച്ചു. കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് സുനിയെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. എന്താ ആർക്കും ഒരു വിശ്വാസം ഇല്ലാത്ത കാര്യം. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയം തോന്നി സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ലാലേട്ടന്റെ സ്വന്തം പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂരിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. മനോജ് അങ്ങനെ തന്നെ അല്ല കാര്യങ്ങൾ. ഇല്ല, മനസ്സ് ഞാൻ പറഞ്ഞില്ല. എൻ്റെ വണ്ടിയിൽ ചായ കൊടുക്കുമ്പോൾ അവനെ പരിചയപ്പെടുന്നില്ല. എന്താ പേരും ചോദിച്ചു. സുനിയാണ്. ഓക്കെ, ചായ കൊടുക്കുന്നു. അന്നപ്പോൾ അവർ കൂടെ കൊണ്ട ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവർ പോകുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിന് പോകുന്നു. അങ്ങനെ ഉണ്ടായ സംഭവം. അയ്യേ, പറ്റിച്ചല്ലേ മനോജേട്ടാ. മൂപ്പര് പറഞ്ഞ ക്യാമറയും സാധനങ്ങളൊക്കെ ആണെന്നാണ്. നിങ്ങൾ പറഞ്ഞത് കൂടെ പോണ്ടി ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്ത് ഓലെ കയറ്റിയിട്ട് സുനി പോയി എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ക്യാമറകളായിരിക്കും. കാനോണ്, കൊടാക്ക്, ഈ പറഞ്ഞ ക്യാമറകളുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത് ഓലും കയറ്റിക്കാണ്ട് സുനി പോയി. അതിൻ്റെ കൂട്ടത്തിൽ മനോജേട്ടൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കണേ. സുനിനെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളത്. ലാലേട്ടാ, ഇയാൾ പറഞ്ഞത് ശരിയാണോ? മോൻ ചെയ്യുന്ന പടത്തിൽ ഒരു കല്യാണ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ സെറ്റിൽ ഓടുന്ന വണ്ടികളിൽ നിന്ന് പുറമെ പുറത്ത് നിന്ന് വണ്ടി വിളിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു ടെമ്പോ ട്രാവലർ, ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്ന ആ വണ്ടിക്ക് വന്ന ഡ്രൈവറാണ് ഈ പറഞ്ഞ സുനി. അയ്യൻ്റെ മനോജേട്ടാ, ഇയാൾ പിന്നെയും പറ്റിച്ചല്ലോ. ഇയാൾ ആദ്യം പറഞ്ഞത് ഗോവയിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് ഏതോ ട്രാവൽസിൽ നിന്ന് ട്രാവലർ വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത് ഇനി സുനിയെന്നാണ്. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പാസഞ്ചർ ടെമ്പോ ട്രാവൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അനൂപ് എന്ന് പറഞ്ഞ ഡ്രൈവർ ലീവ് എടുത്ത സമയത്ത് അവൻ വെച്ച ഡ്രൈവറാണ് ഈ സുനി എന്ന് പറഞ്ഞത്. ഈ കരിന്തന്തനെ കൊണ്ടാണ് ഈ ലാലേട്ടൻ പെടാൻ പോണെന്നുള്ളതാണ്. അവിടെ ചങ്ങായി ലാലേട്ടൻ പറഞ്ഞത് ട്രാവൽസിൽ നിന്ന് വന്ന ട്രാവലറിന്റെ ഡ്രൈവറായിട്ട് വന്ന സുനിയാണ് സുനി. നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ പ്രൊഡക്ഷൻ ടീമിന്റെ വണ്ടിയിൽ നിന്നുള്ള ഡ്രൈവർ പോയപ്പോൾ ആ ഡ്രൈവർ ആക്കി കൊടുത്ത ഡ്രൈവറാണ് സുനി എന്നാണ്. ഇതിപ്പോൾ നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിൽക്കങ്ങളോട് ഈറ്റാലും ഓരോ പണിക്കാരുണ്ടായി കഴിഞ്ഞാൽ മലയാളിമാരുടെ അവസ്ഥ. സുനി എന്ന് പറയുന്ന ഈ ഡ്രൈവർ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പല ദിവസങ്ങളിൽ ഓടിയിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃത്തിക്ക് പറയും. ഓൻ ഓടുക മാത്രമല്ല നല്ലോണം ഓട്ടിയും ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കാറട്ടോ, അക്ഷരത്ത് മാറിപ്പോയല്ലേ. മനോട്ട് നിങ്ങൾ പണിങ്ങിപ്പോലെ ഇങ്ങോട്ട് വരി. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതാണ്. വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ സുനിനെ ശരിക്കും ഗോവയിലേക്ക് ഓട്ടാൻ വേണ്ടി വിട്ടതാണ്. ഞാൻ ഉദ്ദേശിച്ച വണ്ടിയാണ് കേട്ടോ, അക്ഷരം മാറിപ്പോയത്. തലേദിവസം രാത്രി എല്ലാവരും ബാക്കി നമ്മൾ കണക്ഷനുള്ള ഡ്രൈവർമാരെ വിളിച്ച് വരാൻ പറ്റാത്ത സമയത്താണ് ഈ സുനിൽ നല്ലൊരുത്തനാണ്, അവനെ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ വരികയും പിറ്റേ ദിവസം രാവിലെ ഞാൻ ചാവി കൊടുക്കുമ്പോൾ ഈ സുനിൽ എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ കാണുന്നത്. അപ്പൊ അത്രയും കാലം നിങ്ങൾ പ്രൊഡക്ഷൻ മാനേജർ ആയ ലൊക്കേഷനിൽ ഓൻ ഓട്ടി നടന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഉദ്ദേശിച്ച ട്രാവലറാട്ടോ. എനിക്ക് പറയേണ്ടത് ശരിക്കും ആരാണെന്ന് സുനിനെ ഡ്രൈവറായിട്ട് ഏൽപ്പിച്ചെന്നുള്ളത്. ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും എടുക്കണത് കൊണ്ടിട്ടാണ്. ട്രാവലർ അയച്ച ട്രാവൽസാർ മനോജേട്ടനൊന്നല്ല, നിങ്ങൾ തന്നെയാണല്ലോ അതിന്റെ ഉത്തരവാദി. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാണ് അവന്റെ മിടുക്ക്. അപ്പൊ എന്ത് കാര്യങ്ങൾ എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവർ സഹായിക്കാനും വെള്ളം കൊടുക്കാനും സാധനം എടുത്ത് പൊക്കിങ്ങാണ്ടുള്ള സഹായം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കാണ്ട് നിർത്തിയത് എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. വളരെ അതിന് ഞാൻ സമ്മതിക്കില്ല. തെറിയൊന്നും വിളിക്കാൻ പാടില്ല, മാന്യമായിട്ട് സംസാരിക്കണം. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള മര്യാദയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇമേജാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവന്റെ മിടുക്ക്. ഊർജ്ജസ്വലതാണ് ഉദ്ദേശിച്ചില്ല. ഞാനും വിചാരിച്ചു എന്തോ തെറിയെന്ന് വിളിക്കാൻ വന്നേക്കും. ഊർജ്ജസ്വലത ഉള്ള ഓനെക്കാട്ടിലും മിടുക്കന് ഓന്റെ ഊർജ്ജസ്വലത ഉപയോഗിച്ച് ഊർജിതമായി പ്രവർത്തിച്ച നിങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളാണ് നമ്മളെ ഹീറോ. അങ്ങനെ ഗോവയിൽ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഭംഗിയായി തിരിച്ചിവിടെ വന്നു. അതിന് പേയ്മെന്റ് കൊടുത്ത് വിടുകയും ചെയ്തു. ഗോവയിലേക്ക് സുനിനെ ഓട്ടാൻ വിട്ടിട്ട് ഓട്ടം കഴിഞ്ഞ് വന്ന സമയത്ത് പേയ്മെന്റ് കൊടുത്ത് വിടുകയും ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പരിക്ക് വിശ്വാസമല്ല. സത്യം പറയും. ഗോവയിലത്തെ ഓട്ടം കഴിഞ്ഞ് വന്ന് പൈസ കൊടുത്തിട്ട് അവനെ വിട്ടോ ഒഴിവാക്കിയോ പറയും. ഇങ്ങനെ 10-15 ദിവസമായി പ്രൊഡ്യൂസർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഷിനോജ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഉണ്ടായിരുന്നു. എനിക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ആര് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, സുനി നല്ല ഡ്രൈവറാണല്ലോ, കുഴപ്പമില്ല വെക്കാം എന്ന് പറഞ്ഞു. അതിന് അത്രയും നല്ല പെരുമാറ്റും അത്രയും നല്ല ഡീലിങ്സും ആയിരുന്നു അവൻ്റെ. അതുകൊണ്ട് അവന് ഡ്രൈവറെ വെച്ചു. വിട്ടില്ല പോയില്ല ഉള്ളത് പോലെ ആദ്യം തന്നെ പറഞ്ഞാൽ പോരെ. കഴിഞ്ഞ ആദ്യം നോണ അറിയാം, പിന്നെ സത്യം പറയാം, അത് കഴിഞ്ഞ് പിന്നെയും നോണ അറിയാം.
എന്നിട്ട് ആദ്യം പറഞ്ഞ നുണ എന്നാണ് സത്യം എന്ന് പിന്നെ പറയാം. എരപ്പ സ്വഭാവം ഒട്ടങ്ങളത്. ലാലിന്റെ സ്ഥാനത്ത് ഞാനൊക്കെയാണെന്നുണ്ടെങ്കിലല്ലോ നമുക്ക് ചവിട്ടി കൂട്ടിയിട്ടുണ്ടല്ലോ, ഇട്ടത്ത് ചോർന്നിട്ട് വെളിച്ചത്ത് കിടത്തുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും നമ്മളെ സിനിമോന്റെ ഊർജ്ജസ്വലതയോട് കൂടിയുള്ള ഹോട്ടൽ ലാലേട്ടന് മാത്രമല്ല മനോജേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രൊഡ്യൂസറെ വണ്ടി കേട്ടോ അക്ഷരം മാറിപ്പോയി, പ്രൊഡ്യൂസറെ വണ്ടി ഓട്ടാൻ വേണ്ടി സുനിമോനെ ഏൽപ്പിക്കുന്നു. അല്ലപ്പാ ആരേനുപ്പാ പ്രൊഡ്യൂസർ? സ്റ്റുഡിയോയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വർക്കുകൾക്ക് വേണ്ടി മാത്രം SUV എന്ന് പറയുന്ന വണ്ടി മാത്രം ഓടുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് ഒരു നല്ല ഡ്രൈവറെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കുറച്ച് ദിവസം ഈ സുനി ഓടുന്നത്. സുനി പറഞ്ഞിട്ട് വേറെ ഡ്രൈവർ വന്ന് ഓടിയിട്ടുണ്ട്. ആ പ്രൊഡ്യൂസർ നിങ്ങൾ തന്നെ ഇനിയില്ലേ വെച്ച് കള്ളായിട്ട് കടിയാൻ വെച്ചു സംഗതി. നിങ്ങളെ ഏർപ്പാടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ സ്വന്തം വണ്ടി അക്ഷരം മാറിയത്, സ്വന്തം വണ്ടി ഇങ്ങനെ തോന്നിയ പോലെ കണ്ട ആൾക്കാർക്കൊക്കെ കെയർലെസ് ആയിട്ട് ഓട്ടാൻ കൊടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ആ സ്വഭാവങ്ങൾ മാറ്റണം. എനിക്ക് ഇവിടെ ഒരു SUV വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വിഫ്റ്റ് വണ്ടി ഉണ്ട്. രണ്ട് വണ്ടികൾ ഞാൻ സിനിമയ്ക്ക് ഓടാൻ വേണ്ടി കൊടുത്തു. കാരണം അത്രയും ചിലവ് ചുരുക്കാൻ വേണ്ടി. ചിലവ് ചുരുക്കുക എന്ന് പറയുന്നത് ഇപ്പം അല്ലാതെ നിവൃത്തിയില്ല, പടങ്ങൾ ചുരുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഓടിയ വണ്ടികളായിരുന്നു രണ്ടെണ്ണം. പ്രൊഡക്ഷൻ ടീമിന്റെ വണ്ടിയല്ല, പേഴ്സണൽ വണ്ടിയാണ് ഇവർക്കൊക്കെ ഓട്ടാൻ വേണ്ടി വിട്ടുകൊടുത്തില്ലേ. ഓട്ടാൻ അറിയുന്ന ആളുകൾക്ക് അവരുടെ ഓട്ടാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ, അതിനെ മാനിച്ചുകൊണ്ട് അവർക്ക് സ്വന്തം വണ്ടികൾ ഓട്ടാൻ കൊടുക്കുന്ന നിങ്ങൾ എത്രത്തോളം ഹൃദയവിശാലത ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കും നിങ്ങൾക്ക്? എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. സുനിയോട്ടിയതെല്ലാം എന്നുടെ വണ്ടികൾ, വഴികളും കുഴികളും കണ്ടിലില്ല മണ്ടൻ. വണ്ടിക്കുണ്ടിൽ ചാടി തണ്ടെല്ലൊടിഞ്ഞിട്ടും വണ്ടി എൻ്റേതെന്ന് മുണ്ടിയില കണ്ടോ. കുണ്ടിതം വേണ്ടതിലാർക്കുമെന്നോർക്കുക, വണ്ടിയും കിണ്ടിയും വണ്ടിയോടിച്ചൊരാ തെണ്ടിയും എൻ്റെ എന്നോർക്കാതെ മണ്ടത്തരങ്ങൾ തൻ പിന്നാലെ ഓടുക ലോകമേ ലോകമേ. സുനിയുടെ കുണ്ടി പതിപ്പിച്ച ലാലിൻ്റെ വണ്ടിയിൽ എങ്ങനെയാണ് മാർട്ടിൻ എത്തിയത് എന്നുള്ളതല്ലേ, അതിനെക്കുറിച്ചും നമ്മുടെ മനോജേട്ടൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്തൊരു ചെറിയൊരു പരിപാടി ഉണ്ട്, ലീവ് വേണമെന്ന് പറഞ്ഞ സമയത്ത് അവൻ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാർട്ടിൻ ഡ്രൈവറെ കയറുന്നത്. സുനി പറയാണ് എനിക്ക് ലീവ് വേണം, വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുനി അത്രയും കാലം ഓടിച്ചിരുന്ന വണ്ടിയുമായിട്ട് മാർട്ടിൻ അതിജീവിതയെ എടുക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരുന്ന സമയം മറ്റൊരു വണ്ടിയുമായി താൻ അതുവരെ ഓടിച്ചിരുന്ന വണ്ടി തടഞ്ഞു നിർത്തി ആ വണ്ടിയിൽ കയറി എന്നിട്ട് സ്വയം പരിചയപ്പെടുത്താണ്, ഞാനാണ് പൾസർ സുനി, ഞാൻ നിങ്ങൾക്കെതിരെയുള്ള കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാണ്, ഞാൻ നിങ്ങളെ പീഡിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ മാർട്ടിനെ ഡ്രൈവറായിട്ട് വെക്കേണ്ട ആവശ്യം? അവനെ നേരിട്ട് പോയിട്ട് കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടേ പോരേനോ? എനിക്ക് തോന്നുന്നു ഈ സുനി മൂക്ക് പിടിക്കൽ ഇങ്ങനെയാണോ എന്നൊരു സംശയം. ആരും ഇവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എനിക്കോ അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ഷൻ കൺട്രോൾക്കോ ദിവ്യ ദൃഷ്ടിയൊന്നുമില്ല ഇവൻ കള്ളനാണെന്ന് കണ്ടെത്താനായിട്ട്. വ്യത്യസ്തനാം ഒരു ഡ്രൈവറാം സുനിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സംഭവം നടക്കുന്ന ദിവസം അവൾ വന്ന് അകത്തേക്ക് കയറി. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ, ഞാൻ പറഞ്ഞില്ല മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ സമയത്ത് തോന്നിയ ഒരു തോന്നൽ, അതൊക്കെ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തോന്നലുകൾക്കല്ലേ ദിവ്യദൃഷ്ടി എന്ന് പറയാ. എനിക്ക് തോന്നി എന്തോ കുഴപ്പമില്ല, ഞാൻ പറയുന്ന പ്രശ്നമുണ്ട്, അവൻ പറയുന്നത് ശരിയല്ല, അവൻ അഭിനയം ശരിയല്ല. ദൈവമേ, അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി. അതൊരു കള്ള അഭിനയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു വിടരുത്. എന്തോരോ കഴിവുകൾ എൻ്റെ ലാലേട്ടനെന്ന് അറിയോ? നിങ്ങളെ കഴിവുകൾ വല്ലാണ്ട് അങ്ങോട്ട് ഏറിയിട്ട് നിങ്ങളൊരു കഴിവേറിയ ആളായിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വ്യത്യസ്തനാം ഒരു ഡ്രൈവറാം സുനി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർട്ടിനെങ്കിലും തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. മാർട്ടിനെ തിരിച്ചറിഞ്ഞിട്ട് പിന്നെന്താ സംഭവിച്ചത് ലാലേട്ടാ? ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചു. പറഞ്ഞു അവൻ അവിടെ പോയി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ ഇവിടെ അവനോട് ഓടിച്ചപ്പോൾ അവനെ വഴി നടന്നു പോവുക. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ച് ഞാനും എൻ്റെ ഡ്രൈവറും കൂടി പിടിച്ച് കൊണ്ടുവന്നു. മാർട്ടിനെ ധൈര്യശാലിയും വീരശൂര പരാക്രമിയുമായ നമ്മളെ ലാലേട്ടൻ ഓടിച്ചിട്ട് പിടിച്ച് തൻ്റെ കരവലയങ്ങളിൽ ഒതുക്കി ഞൊണ്ടി പീഞ്ഞാളി. അങ്ങനെയാണ് സംഭവിച്ചത്. മരണപ്പെട്ടു പോയ മുൻ MLA PT തോമസ് സാർ വരെ ആ ഒരു ധീരകൃത്യത്തിന് ദൃക്സാക്ഷിയാണ്. ഡ്രൈവറുടെ വർത്തമാനങ്ങളും അയാളുടെ പെരുമാറ്റങ്ങളും വളരെ സംശയാസ്പദമാണ് എന്ന് ഞങ്ങളൊക്കെ കൂടി സിനിമാ സംവിധായകൻ അടക്കമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാവുകയും. അയ്യണ്ട ലാലേട്ട, ഇയാള് മറ്റേ ആളെക്കാട്ടിൽ കഷ്ടമാണല്ലോ. മാർട്ടിൻ നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് നിങ്ങൾ അവകാശപ്പെടുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് കണ്ടെത്തിയതാണ് മാർട്ടിൻ എന്നാണ്. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല. ഞാൻ നടനായതുകൊണ്ടാണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. PT തോമസ് മാർട്ടിൻ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞ സമയത്ത് മാർട്ടിന്റെ അഭിനയം വളരെ മോശമായതുകൊണ്ട് ഒരു സംശയം തോന്നുകയും ആ സംശയത്തിന്റെ മുകളിൽ പിടിച്ചാണെന്നാണ് ഇപ്പം പറയുന്നത്. എന്തായാലും മാർട്ടിന്റെ അന്നത്തെ അഭിനയം ഞാൻ കണ്ടിട്ടില്ല, മറ്റൊരു അഭിനയം ഉണ്ടായിരുന്നു. ആ അഭിനയം നമുക്ക് ആദ്യം കാണാം. ലാൽച്ചേട്ടാ, അത് കരഞ്ഞ ശബ്ദത്തിനും അത് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരുമിച്ച് കിടന്ന ശബ്ദം ഉണ്ടാവില്ല. ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്കോ മകൾക്കോ വരുന്ന അവസ്ഥ വരെ കാത്തിക്കേണ്ടി വരും. വ്യത്യസ്തനാം ഒരു ഡ്രൈവറാം സുനിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. മാർട്ടിന്റെ കാര്യത്തിൽ രണ്ടാളും കൂടി ആകെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞു. ശരിക്കും മാർട്ടിനെ എങ്ങനെയായിരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക? അതിന്റെ സത്യാവസ്ഥ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പറയും. എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. PT തോമസ് MLA പറഞ്ഞു ഇവനെ സംശയിച്ചേ പറ്റൂ, ഇവൻ കുഴപ്പമാണ്, ഇവനെ ഇവിടെ പറഞ്ഞു. പോലീസുകാർ അവനെ അപ്പം തന്നെ കൂടെ നിർത്തി. ആരാപ്പത്? നമ്മളെ ആൻഡോ ചേട്ടനല്ലേ? സുഖല്ലേ? എനിക്ക്
ശരിക്കും മാർട്ടിൻ എങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നുള്ളത് അവിടെ ആ സമയത്ത് ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്ന 3 ആൾക്കാർ 3 രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും കറക്കി കുത്തി തീരുമാനിക്കേണ്ട ഒരു ഇതിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മാർട്ടിൻ കുറേ നേരം അവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ച സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ പറഞ്ഞിട്ടുണ്ടാവും പോലീസുകാരോട് എന്നെ പിടിച്ചോണ്ടിരിക്കോളൂ, ഞാൻ 2ാം പ്രതി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ രാവിലെ ആൻഡ്രൂ വിളിച്ച് പറയുമ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത അറിയുകയും സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിക്രൂരായിട്ട് ആക്രമിക്കപ്പെട്ട സമയത്ത് കുറ്റാരോപിതനായ ദിലീപിനടക്കം നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് പബ്ലിസിറ്റി കൊടുത്ത ഇതുപോലുള്ള ചെറ്റകൾ നമ്മളെപ്പോലെ നീതിക്ക് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് ശക്തിയുക്തം പോരാടുന്ന നീതിയുടെ പടയാളികൾക്ക് ചേർന്ന കൂട്ടാളികളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓരോ പ്രശ്നങ്ങളും വിവാദങ്ങളും ആൻഡ്രോയാണ് ഇതിന്റെ പുറകിൽ, ആൻഡ്രോന്റെ പുറകിൽ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആൻഡ്രോയേക്കാൾ കൂടുതൽ വിഷമിച്ചിട്ടുള്ളതാണ്. ലാലേട്ടന് മൂപ്പരെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും മൂപ്പരെ വിശ്വസിക്കാൻ തയ്യാറാണ്. എന്നാലും ഇയാൾ എങ്ങനെ ഈ സംഭവം അറിഞ്ഞതെന്നുള്ള ഞാൻ ആലോചിക്കണേ. എൻ ജി പണിക്കർ സാറാണ് എന്നെ രാത്രി ഒരു ഏകദേശം 11:30 തോന്നുന്നു. ആ സമയത്ത് 11:20 ആ സമയത്ത് വിളിക്കുന്നത്. അപ്പോൾ തന്നെ സ്ഥിതിക്ക് ലാലിൻ്റെ മിസ്ഡ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജേണ്ണി തന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അടിയന്തരമായി ലാലിനെ ഒന്ന് വിളിച്ചിട്ട് ലാലിൻ്റെ വീട് വരെ ചെല്ലണം, ഞാൻ ആലപ്പുഴ ഷൂട്ടിങ്ങിലാണ്, ആരെങ്കിലും ഈ സമയത്ത് ഓടിച്ചെല്ലണം, ഭയങ്കര രൂക്ഷമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഡ്രൈവറില്ല, ഞാൻ തന്നെ വണ്ടി എടുത്ത് വെളിയിലിറങ്ങി. ആ സമയങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ. 11:20 രഞ്ജി പണിക്കർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് മൂപ്പര് കാര്യം അറിഞ്ഞത്. പെട്ടെന്ന് ആലോചിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പി ടി തോമസ് MLA വീട്. ഞാൻ ആ വഴിക്ക് നിന്ന് പി ടി തോമസ് അപ്പോൾ തന്നെ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയും. അപ്പോൾ തന്നെ അയാൾ ഷർട്ട് മുണ്ടിട്ട് എൻ്റെ കൂടെ എൻ്റെ വാഹനത്തിൽ തന്നെ കയറി. സംഭവം നടന്ന ഉടനെ ഒരു 11:20 ആവുന്ന സമയത്ത് രഞ്ജി പണിക്കരും ലാലും ഒക്കെ ആൻഡോനെ വിളിക്കുന്നു, ആൻഡോ പീട്ടിനെ വിളിക്കുന്നു. എന്നിട്ട് ഞാൻ പാർലായിട്ട് തന്നെ പി രാജീവിനെ വിളിച്ചിട്ട്, രാജീവ് ഇപ്പോൾ തിയേറ്ററിനായിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞു രഞ്ജി പണിക്കർ എന്നെ വിളിച്ചിരുന്നു പറഞ്ഞു. ലാലും രഞ്ജി പണിക്കരും ആൻഡോനെ വിളിച്ച സമയത്ത് ആൻഡോയും രഞ്ജി പണിക്കരും കൂടി പി രാജീവിനെ വിളിച്ചു. ഒരു പീഡന വാർത്ത മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ആവേശോജ്വലമായ ഒരു ഉത്സാഹം ലോകത്ത് മറ്റൊരു പീഡനം ഇത്രത്തോളം ഉത്സാഹത്തോട് കൂടിയിട്ട് ഷെയർ ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് വേറെ ആരൊക്കെ അറിയിച്ചു? ലാലിനോടാണ് പറഞ്ഞത്. ലാൽ അത് കഴിഞ്ഞിട്ട് ലോകനാഥ് ബെഹ്റ സാറിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടാണ് പോലീസുകാരെല്ലാം അവിടെ എത്തിയെന്ന് പറഞ്ഞു. ഈ തൃക്കക്കര കേസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളടുത്ത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇരയാക്കപ്പെട്ട നടി ലാലിൻ്റെ അടുത്ത് എന്ന കാര്യങ്ങൾ പറയുന്നു, ലാല് ബെഹ്റനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നു, ബെഹ്റ തൃക്കാക്കര SIനെ വിളിച്ച കാര്യം പറയുന്നു. ഈ ഗ്യാപ്പിൽ ലാൽ എന്ത് ചെയ്യണേ, രഞ്ജി പണിക്കരെ വിളിച്ച കാര്യം പറയുന്നത്, രഞ്ജി പണിക്കരും ലാലും കൂടി ആൻഡോനെ വിളിച്ച കാര്യം പറയുന്നത്, ആൻഡോയും രഞ്ജി പണിക്കരും കൂടിയിട്ട് പി രാജീവിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു ആവേശത്തോട് കൂടിയിട്ട് ഇതിങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ ഇവർ വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ആൻഡോ ജോസഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഢാലോചന ആരോപണം നേരിടേണ്ടി വന്ന ദിലീപിനെ വിളിച്ചറിയിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ലാസ്റ്റ് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, പുലർച്ചൊക്കെ ആവുന്ന സമയത്ത് പൾസർ സുനിനെ വിളിച്ചറിയിക്കുന്നുണ്ട് 1ാം പ്രതിയായിട്ടുള്ള. ആൻഡോ ജോസഫ് ഈ കാണിച്ച ആത്മാർത്ഥത ഒരു ചാൾസ് ശോഭരാജിനും നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അജാതി മുതലാണ് കുത്ത്. ഞാൻ ഫോൺ ചെയ്തതിന് ശേഷമാണ് പ്രതികൾ രക്ഷപ്പെടാൻ ഉണ്ടായ സാഹചര്യം എൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞതുണ്ടായി. യാഥാർത്ഥ്യം അതൊന്നുമല്ല. കാരണം ഈ സംഭവ ദിവസം നമ്മുടെ സുഹൃത്തിനുണ്ടായ അനുഭവം എന്നെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡോ ജോസഫ് പൾസർ സുനിനെ വിളിച്ചെന്നുള്ളത് നേരായിരിക്കും എന്ന് കരുതിയിട്ട് ആൻഡോ ജോസഫാണ് പൾസർ സുനിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതൊന്നും അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇവിടെ വില പോകില്ല കേട്ടോ. ആൻഡോ ജോസഫിനെയും ലാലേട്ടനെയൊന്നും ഒരു കാലത്ത് നമ്മൾ സംശയിക്കാൻ പാടില്ല. ആൻഡോ ജോസഫ് മര്യാദയ്ക്ക് ആൻഡോ ജോസഫിന്റെ ഫോണിലാണ് സുനിനെ വിളിച്ചിട്ടുള്ളത്. ദിലീപ് എങ്ങനെയാണ് വിളിച്ചതെന്ന് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന നടത്താനുള്ള കഴിവ് കൂടുതലുള്ളത് ദിലീപിനാണ്. ഇവർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ ശരിക്ക് ശേഷിക്കുറവുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഇവരെ ഒരിക്കലും നമ്മൾ സംശയിക്കാൻ പാടില്ല. നടി ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് അവനെ ഒരാളെ മുഖപരിചയമുണ്ട്, അയാളെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പേര് സുനിൽ എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഇവരോട് ചോദിച്ചു സുനിലിൻ്റെ നമ്പർ അറിയാമെന്ന് ചോദിച്ചു. സുനിലാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനും പറഞ്ഞു ആദ്യം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സംബന്ധിച്ച് സുനിലാണ് എന്ന് പറഞ്ഞു. അത് ആ സമയത്ത് തന്നെ ഇവൻ്റെ നമ്പർ അവിടെ അപ്പം തന്നെ എടുത്തു. ഞാൻ അപ്പം തന്നെ ഈ സുനിൽ എന്ന് പറഞ്ഞവനെ എല്ലാവരും സാന്നിധ്യത്തിലാണ് വിളിച്ചു. പി ടി തോമസ് MLA അടുത്ത് പോയിട്ടുണ്ട്. അല്ലെൻ്റെ ആൻഡോ ജോസഫെ, ആക്രമിക്കപ്പെട്ട സുനിലിനെ ആക്രമിക്കപ്പെട്ട നടി വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞാണ് ഇവർ തമ്മിൽ മുൻപരിചയമുണ്ട്. സുനിൽ ഇവളെ ഡ്രൈവറായിരുന്നു. പ്രധാന സാക്ഷിയായിട്ടുള്ള ലാലേട്ടൻ്റെ വണ്ടി ഉപയോഗിക്കുന്ന ലാലേട്ടൻ്റെ സ്വന്തം പേഴ്സണൽ ഡ്രൈവറാണ് ഈ പറഞ്ഞ സുനി എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള മനോജിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ കിട്ടും. അതൊക്കെ വിട്ടിട്ട് ഈ നമ്പർ കിട്ടാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് നമ്മളൊരു കോഴി ബിരിയാണിയും ഒരു കട്ടൻ ചായയും വാങ്ങി തരുന്നുണ്ട് കള്ള നമുക്ക്. എന്തായാലും നമ്മൾ ആൻഡോ ജോസഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പൾസർ സുനിൻ്റെ നമ്പർ സംഘടിപ്പിച്ചെടുത്തു. പൾസർ സുനിനെ വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ആ സമയത്ത് അവിടെ ദൃക്സാക്ഷിയായിരുന്ന ആൻഡോ ജോസഫിൻ്റെ കൂടെ അങ്ങോട്ട് വന്ന മുപ്പര് സുഹൃത്തു കൂടിയായിട്ടുള്ള VT തോമസ് പറയും. ആൻഡോ ജോസഫും ലാലും ഞാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആൻഡോ ജോസഫ് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അപ്പോൾ ഡയൽ ചെയ്തപ്പോൾ ഹലോ ഹലോ എന്ന് മറുഭാഗത്ത് നിന്ന് കേൾക്കുന്ന സമയത്ത് ആൻഡോ ജോസഫ് AC കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ആൻഡോ ജോസഫ് സുനിയോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സുനി ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമ്മീഷണർ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാൾ നമ്മൾ കുറ്റം പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? അങ്ങനെ തന്നെയല്ലേ ആൻഡോ ജോസഫെ നടന്നത്? സംഭവം നടന്ന നടി വീണ് കിടന്ന് കരയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആരായാലും ദേഷ്യം വരും. അവൻ ആരായാലും നമ്മൾ എൻ്റെ ബംഗളാണ് എനിക്ക് ദേഷ്യം വരും. അത്ര വയലൻ്റായിട്ട് നമ്മൾ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവൻ്റെ അവിടെ കൂടുന്ന ഡ്രൈവറിന് നമ്പർ മേടിച്ച് ഇവിടെ വയലൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരേ വിഷയത്തിൽ ഒരേ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ ആ സമയത്ത് നടന്നിട്ടുള്ള വളരെ സിമ്പിളായ കാര്യങ്ങളിൽ പോലും ഓരോ ആൾക്കാർക്ക് 3-4 അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ 3-4 അഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം പോലും ഒരേപോലെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളെ സ്വന്തം വണ്ടിയിൽ നിങ്ങളെ പ്രൊഡക്ഷൻ ടീം പറഞ്ഞയച്ച ഡ്രൈവർമാരെ കൂടെ ഇരയാക്കപ്പെട്ട നടിക്കും നിങ്ങളെ ആൾക്കാർക്കും എല്ലാവർക്കും അടുപ്പമുള്ള 2 ഡ്രൈവർമാരെ വെച്ചിട്ട് അതും നിങ്ങളെ സ്വന്തം കാറിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ സ്വന്തം സുഹൃത്തായിട്ടുള്ള സെലിബ്രിറ്റിനെ അതിക്രൂരമായി പിച്ചി ചീന്തിയത് ആരുടെ കൊട്ടേഷനിലാണെന്നാണ് നിങ്ങളൊരു നിഗമനം. കൊട്ടേഷനാണ്, ഏതോ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് പറയുന്നുണ്ടായിരുന്നല്ല, ഇവളോട് തന്നെ നേരിട്ട് പറയരുത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും.
അവർക്കെന്തും പറയാം. അതിനകത്തൊന്നും അതുകൊണ്ടിട്ട് ആ കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്തണം. പക്ഷേ അത്രയൊക്കെ നടന്നിട്ടും അതിൻ്റെ അകത്തൊരു കൊട്ടേഷനോ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ആ ഓപ്പറേഷൻ പുറകിൽ ഗൂഢാലോചന ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പോയ ഡ്രൈവറും ആ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന വേറെ ടെമ്പോയും അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു. ആ വഴക്കുണ്ടായ രണ്ടുപേരും ഒറ്റ ഗ്രൂപ്പിലെ ആളുകളാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം ഗൂഢാലോചന ഉണ്ടെന്ന് അവിടെ ഉറപ്പിച്ചിട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു ഗൂഢാലോചന കണ്ടുപിടിച്ചിട്ടുണ്ട് കാര്യം. ഈ നടിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നരാധമന്മാരെ പറഞ്ഞയച്ച പ്രൊഡക്ഷൻ മാനേജർ മനോജും തന്നെ നമുക്ക് തുടങ്ങാം. ഈ നടിക്കെതിരെ അക്രമം നടന്നത് നിങ്ങളെപ്പോഴും അറിഞ്ഞത് ശരിക്കും 11:30-12 മണിക്കുള്ളിൽ അവിടുന്ന് ലാലേൻ്റെ വീട്ടിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് എന്ന് പറഞ്ഞ ആൾ എന്നെ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ ഇവർ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് ലാലേൻ്റെ വീട്ടിലെത്തുകയും 17 ആന്റോനെ വിളിക്കുന്നത്. അരമണിക്കൂർ മുന്നേ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് ഈ വിഷയം അറിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഈ വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ എത്താൻ മൂപ്പർക്ക് സാധിച്ചേക്കും. അനൂപിന് ഈ ഒരു വിഷയവുമായിട്ട് എന്താ ബന്ധം? സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ കുട്ടി ഞങ്ങളുടെ പടത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിരുന്നു. അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ എന്ന് ചോദിച്ചു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർക്ക് തലേന്ന് തന്നെ അറിയുന്നതിന് നടി പിറ്റേന്ന് വരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നടി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലാലിൻ്റെ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനോജേട്ടന് വിവരം അറിയിക്കുന്നത്. മനോജേട്ടൻ എപ്പോഴാണ് അറിഞ്ഞ മനോജേട്ടാ ഈ നടി വരുന്ന കാര്യം? ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപായിട്ടാണ് ഇവർ സംസാരിച്ചത്. ഞാനായിട്ടില്ല സംസാരിച്ചത്. വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞു. ഈ അനൂപ് എന്ന് പറഞ്ഞ ആളാണ്. ഈ അനൂപ് പറഞ്ഞു വണ്ടി വിട്ടു കൊടുക്കാൻ ഒരു 4 മണിയാകുമ്പോൾ പറഞ്ഞു. 4:30 വണ്ടി ഞാൻ ഇവിടുന്ന് വിടുകയും ചെയ്തു. നടി വരുന്ന കാര്യം അനൂപിന് തലേന്ന് അറിയാമായിരുന്നു, ലാലേട്ടന് അതിന് മുന്നേ അറിയാമായിരുന്നു. അതേസമയത്ത് നമ്മളെ മനോജേട്ടൻ അറിയുന്നത് നടി വരുന്ന ദിവസം 4 മണിക്കാണ്. 4:30 ആകുമ്പോഴത്തേക്ക് തന്നെ മൂപ്പര് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ അറേഞ്ച് ചെയ്തിട്ട് നടിയുടെ വീട്ടിലേക്ക് 4:30 വണ്ടി പറഞ്ഞയച്ചു. നടിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് തന്നെ പറഞ്ഞേക്കണമെന്നുള്ളത് മാർട്ടിൻ ഓട്ടം പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അതേ സമയത്ത് നമ്മളെ പൾസർ സുനി ഒരു 2-3 മാസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നടിക്കെതിരെയുള്ള കൊട്ടേഷൻ എടുത്ത് പൈസ അഡ്വാൻസും വാങ്ങിയിട്ട് ഒരു 4-5 കൂട്ടാളികളൊക്കെ സെറ്റാക്കിയിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കാത്തിരിക്കുകയാണ്. നമ്മൾ വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞു വിട്ടു. ആ കുട്ടി അവിടെ വന്നത് അവൾ ധൈര്യമുള്ളതുകൊണ്ടും ബോൾഡായതുകൊണ്ടിട്ടും വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട് 7 മണിക്ക് എത്താമെന്നുള്ള വിശ്വാസത്തിൽ അവൾ അവിടെ നിന്ന് തനിയാണ് വന്നത്. അവൾക്ക് തനിച്ച് യാത്രയാനുള്ള ബോൾഡ്നെസ് ഉണ്ട്. മനോജേട്ടൻ 4:30 എറണാകുളത്ത് നിന്ന് വിട്ട വണ്ടിയിൽ 5 മണി ആകുമ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് 7 മണി ആകുമ്പോഴത്തേക്ക് എറണാകുളത്തേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് നടി പുറപ്പെട്ടതെന്നാണ് പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞതായതുകൊണ്ടും പൾസർ സുനി ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ടും ആ കാര്യത്തിൽ നമുക്ക് പറ്റം കൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. വിരസമായ ഇടവേളകളിൽ പീഡിപ്പിക്കാൻ ആരെയും കിട്ടാത്ത സമയത്ത് പൾസർ സുനി ആ വണ്ടിയിൽ ഇരുന്നു കണ്ട് ഒരുപാട് റോക്കറ്റുകൾ വിക്ഷേപിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വിരസമായ ഇടവേളകളെ ആനന്ദത്തിൽ ആറാടിക്കാൻ വേണ്ടി. അങ്ങനെ പൾസർ സുനി വിട്ട റോക്കറ്റുകൾ, വാണക്കുറ്റികൾ ആ വണ്ടിയിൽ അങ്ങിങ്ങായി ചെതറി കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റോക്കറ്റ് എടുത്തിട്ട് വാണക്കുറ്റി എടുത്തുകൊണ്ട് വണ്ടിന്റെ അടിയിൽ വിറ്റിയത് കത്തിച്ച് വിട്ടാൽ ചിലപ്പോൾ 4:30 പുറപ്പെട്ട വണ്ടി 4 മണിക്ക് തന്നെ തൃശ്ശൂരെത്തി പീഡിപ്പിക്കാൻ വേണ്ടി വരുന്ന നടിയെ പിക്ക് ചെയ്തുകൊണ്ട് 3:30-3:45 ആവുന്ന സമയത്തൊക്കെ എറണാകുളത്തേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പൾസർ സുനിയുടെ വാണക്കുറ്റികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നിസ്സാരമായി തള്ളിക്കളയാനാവുന്നതല്ല. ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അവർ വരുന്നത് ഈ രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളുമായിട്ട് അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾ. ഒരു മിനിറ്റ്, എങ്ങോട്ടിനി നടി പോയിന്? രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് അല്ലേ? ഇതേ രമ്യ നമ്പീശനല്ലേ മലയാള സിനിമാ രംഗത്ത് നിന്ന് തന്നെ പുകച്ച് പുറത്തിയടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി ഒരു വനിതാ സംഘടനയൊക്കെ രൂപീകരിക്കാൻ മുന്നിൽ നിന്നിട്ട് ദിലീപിനെതിരെ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള അതേ രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ജസ്റ്റിസിന്റെ കൂടെയാണ്. ജസ്റ്റിസിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അത് മാത്രമല്ല പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്നു. സത്യം ജയിക്കണം തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പോലെ വല്ലാത്തൊരു ഇമോഷനിലാണ് ഞാനുള്ളത്. എന്തായാലും ഞാൻ പോയി പങ്കെടുത്തതിന് ശേഷം ബാക്കി സംസാരിക്കാം. ദിലീപിനെന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് എലി പുന്നല് കണ്ടമാതിരി ഓളെ മുഖത്തുള്ള സന്തോഷങ്ങളൊന്നും നോക്കിയാൽ ലാലേട്ടൻ പറഞ്ഞ പ്രകാരം നടി രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് പേഴ്സണൽ ആവശ്യത്തിനാണ് വരുന്നത്. തലേന്ന് തന്നെ ലാലേട്ടനെയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ വിളിച്ചിട്ട് വൈകുന്നേരത്തേക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞ് പിറ്റേന്ന് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലാലിന്റെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് മാർട്ടിൻ എന്ന ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ട് ആ ഡ്രൈവറെ വെച്ചുകൊണ്ട് ലാലിന്റെ വണ്ടി എന്ത് ചെയ്യാണ് തൃശ്ശൂരിലേക്ക് പറഞ്ഞേക്കാണ്. തൃശ്ശൂരിൽ നിന്നൊരു ടാക്സി വിളിച്ച് 2.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തേണ്ട കേസിന് ഇത്രയും ആൾക്കാരെ മെനക്കെടുത്തി ഇത്രയും ചങ്ങായിമാരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവസാനം ഇവിടെ വന്ന് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. പലതരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം റിസ്ക് എടുത്ത് വന്ന് പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും കാരണം എന്നെ അനൂപിനെ ആരെങ്കിലും വിളിക്കില്ല. അത് യാതൊരു ഇതേമാതിരി 5-8-10 പ്രാവശ്യം ഈ പടത്തിന് വേണ്ടി ഞാൻ വണ്ടി അയക്കുകയും അവർ പല സമയങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട്. പല വണ്ടികളും അയച്ചിട്ടുണ്ട്, പല വണ്ടികൾ വരികയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരുന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ പറഞ്ഞത് രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കാർ അയച്ചതെന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ സിനിമന്റെ ആവശ്യത്തിന് തന്നെയാണ് വണ്ടി അയച്ചത് വന്നതെന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇനി വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എറണാകുളത്തെ ലാലിന്റെ ഓഫീസിൽ നിന്ന് വണ്ടി അയക്കുന്നത് വൈകുന്നേരം 4:30. പ്രൊഡ്യൂസർ ആൻഡോ ജോസഫിന് രഞ്ജി പണിക്കരെ കോൾ വന്ന സമയമാണ്. അത് 11:20 വന്നതെന്നാണ് പറയുന്നത്. പ്രൊഡ്യൂസർ ആൻഡോ ജോസഫിന് കോൾ വരുന്നതിന് മുമ്പ് ലാലി രഞ്ജി പണിക്കരെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആൻഡോ ജോസഫിന് കോൾ വരുന്ന അതേ സമയത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് ലാലിന്റെ വീട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അനൂപിനെയും ലാലി വിളിച്ചിരിക്കണം. ആക്രമിക്കപ്പെട്ട നടി ലാലിന്റെ വീട്ടിലേക്ക് വരുന്നു. ലാലി ഈ നടിയുമായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം DGP ലോക്നാഥ് ബെഹ്റയെ അറിയിക്കുന്നു. അതിനിടയ്ക്ക് പോലീസുകാർ വരുന്നു. അതിനുശേഷം ഈ കണ്ട ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഈ വിളിൻ്റെ ഒക്കെ ഇടയിലാണ് പ്രൊഡ്യൂസർ ആൻഡോ ജോസഫിന് കോൾ വരുന്നത്. മിനിമം ഒരു 10:30 പീഡനത്തിനിരയായ നടി ലാലിന്റെ വീട്ടിലെത്തിയിരിക്കണം എന്ന് വേണം നമ്മളൊന്ന് ഗസ് ചെയ്യാൻ കേട്ടോ.
ഗസ്സിംഗ് ആണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടോ പറയാൻ പറ്റില്ല. നടീൻ്റെ തൃശ്ശൂരിലുള്ള വീട് എന്ന് പറയുന്നത് ചെമ്പുകാവ് ഭാഗത്തോടോ ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് എക്സാക്ട് പ്ലേസ് അറിയില്ല. എന്നിരുന്നാൽ കൂടെ ചെമ്പുകാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 73 കിലോമീറ്ററൊക്കെയാണ് വരുന്നത്. പിന്നെ അന്ന് ഓഫ് ഡേ ആയതുകൊണ്ടും ഈവനിങ് സമയത്താണ് പോകുന്നതും വരുന്നതൊക്കെ നല്ല റഷുള്ള സമയത്തായതുകൊണ്ടൊക്കെ വൺ സൈഡ് മിനിമം ഒരു 2 മുതൽ 2.5 മണിക്കൂർ വരെ സമയം എടുക്കുന്നതാണ് പറയപ്പെടുന്നത്. 1 മണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് നടി വാഹനത്തിൽ കയറിയതെന്നും പറയപ്പെടുന്നുണ്ട്. 4:30 പിക്ക് ചെയ്യാൻ പോയിട്ടുള്ള മാർട്ടിൻ നേരെ ലാലിന്റെ വീട്ടിലേക്ക് തിരിച്ച് നടിയെയും കൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 9:30 ആവും. ഇവരൊക്കെ ഈ പറഞ്ഞ സമയമൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 ആകുമ്പോഴേക്കൊക്കെ നടി ലാലിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ പുറത്ത് കേൾക്കുന്ന തരത്തിലുള്ള കഥകൾ സംഭവിച്ചത് എന്നുള്ളതൊക്കെ വിശ്വസിക്കാൻ ലേശം പ്രയാസമുള്ള കേസാണ്. എം എ നമ്പീശന്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള നടി ലാലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഏർപ്പാടാക്കി കൊടുത്ത, ലാലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ റെഡിയാക്കി കൊടുത്ത ഡ്രൈവർ വിട്ട വണ്ടിയിലാണ് നടി വരുന്നത്. പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ലാലിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ലാൽ ആദ്യം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവർ വീട്ടിലേക്ക് വരുന്നു. 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിനെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 1ാം പ്രതിയായിട്ടുള്ള സുനി എന്ന് പറഞ്ഞ വ്യക്തിയെ ലാലിനും ഇരയാക്കപ്പെട്ട നടിക്കും അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും പേഴ്സണലി അറിയുന്ന ആളാണ്. ആ ഒരു പ്രതിയെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും വലിയ പ്രയാസമില്ലാത്തൊരവസ്ഥയിൽ പുലർച്ചെ സമയത്ത് ആൻഡോ ജോസഫ് കോൾ വിളിക്കുന്നവരെ ഈ പ്രതിയുടെ ഫോൺ ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ഫോൺ ട്രേസ് ചെയ്ത് ആ പ്രതിയെ പിടിക്കുന്നതിന് പകരം ആൻഡോ ജോസഫ് ഫോൺ ചെയ്തിട്ട് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുപോയി. പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല, മറ്റുള്ള ഇടപാടുകളിൽ യാതൊരു പ്രശ്നമില്ല. ഈ പ്രതികളായിട്ടുള്ള വ്യക്തികൾ, ഈ ഇരയും സാക്ഷിയും ഇതിന് മുന്നിൽ നിന്ന ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളുകളുമാണ്. അപ്പോൾ ആക്രമിച്ച വ്യക്തികളെ, ആക്രമിക്കപ്പെട്ട ആൾക്കും മറ്റുള്ള ആളുകൾക്കും വ്യക്തമായിട്ട് അറിയുന്ന സ്ഥിതിക്ക് പോലീസുകാരും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ അലയടിക്കേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡയറക്ടർ ലാലിനും ലാലിൻ്റെ കൂടെയുള്ള പ്രൊഡക്ഷൻ ടീമിനും അല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അടക്കമുള്ള ആളുകൾക്ക് നടി വരുന്ന വിവരം പോലും അറിയുള്ളൂ. ഈ കൊണ്ടുവന്ന ഡ്രൈവർ പോലും നടിയെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇങ്ങനൊരു ഡ്യൂട്ടി ഉള്ളതിനെ കുറിച്ച് അറിയുന്നത് പോലും. നേരത്തെ അറിയുന്ന, വ്യക്തമായിട്ട് ഇതുമായിട്ട് ബന്ധമുള്ള, ഈ പ്രതികളുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ആർക്കും ഗൂഢാലോചനയായിട്ട് പങ്കില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റായിട്ട് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ തന്നെ സസ്പീഷ്യസ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ ഇതുമായിട്ട് അനാവശ്യമായിട്ട് വലിച്ചു കെട്ടാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നത് പോലെ ഇതിൻ്റെ തുടക്കം മുതലേ തോന്നിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു നിർത്താണ്. നന്ദി, നമസ്കാരം.